ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സദ്യക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന പച്ചടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല വെള്ളരിക്ക വെച്ചിട്ടുള്ള പച്ചടിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പകുതി വെള്ളരിക്കയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ചെടി നല്ല കട്ടിയിലാണല്ലോ കിടക്കുക, അപ്പോൾ നമ്മൾ വെള്ളം അധികം ഒഴിക്കരുത്. ഇനി ഇത് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ തേങ്ങ എടുക്കുന്നുണ്ട്. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ, നല്ലൊരു പേസ്റ്റായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 ടൈംസ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി, നന്നായിട്ട് ഉടഞ്ഞ് പേസ്റ്റ് ആവുകയൊന്നും ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ കടുകും ചുവന്ന മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിൽ ഞാനിവിടെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.